മനുഷ്യസ്നേഹത്തിന്റെ സംഗമം ഡോക്ടർ സി അബ്ദുൽ സലാമിന് പുരസ്കാരത്തിളക്കം. കലാ, സാംസ്കാരികം, ജീവകാരുണ്യം, മിമിക്രി, പെയിന്റിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് 250-ലധികം പുരസ്കാരങ്ങൾ നേടിയ പച്ചയായ മനുഷ്യന്റെ ജീവിതം ആണ് ഇന്നിവിടെ തുറന്നുകാട്ടുന്നത്. കലയുടെയും സംസ്കാരത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും മേഖലയിൽ സ്വന്തം കയ്യൊപ്പു ചാർത്തി ലഭിച്ച പുരസ്കാരങ്ങളുടെ എണ്ണത്തിൽ വിസ്മയം തീർക്കുകയാണ് കണ്ണൂർ സ്വദേശി ഡോക്ടർ സി അബ്ദുൽ സലാം. സംഘം എന്ന പേരിൽ ഒരു ലോഡ്ജിംഗ് സ്ഥാപനം നടത്തുന്ന ഇദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് അസാധാരണമായ മാതൃകയാണ് സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മനോഹരമായ ഒരു സംഗമം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. ജവഹർ പുരസ്കാരം, ആസാദി പുരസ്കാരം, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ഭാരതീയ പുരസ്കാരം, നവരത്ന പുരസ്കാരം, ബെസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് അവാർഡ്, ഇന്ത്യൻ ബെസ്റ്റ് ഹ്യൂമാനിറ്റി അവാർഡ്, സേവരത്ന അവാർഡ്, മാനവസേവാ പുരസ്കാരം തുടങ്ങി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 250ഓളം ബഹുമതികളാണ് ഈ വലിയ മനസ്സിനുടമയെ തേടിയെത്തിയിട്ടുള്ളത്. അഗതികൾക്ക് ആശ്വാസവും ആശ്രയവുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനും ജീവകാരുണ്യ മേഖലയിലെ നിസ്തുല സംഭാവനകൾക്കുമുള്ള നിരവധി അംഗീകാരങ്ങൾ സലാം എന്ന വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലാണ്. പ്രശസ്തിക്കു വേണ്ടിയല്ല, മറിച്ചു മനുഷ്യന്റെ ദുരിതമകറ്റാനുള്ള ആഴമായ ആഗ്രഹമാണ് സലാമിനെ മുന്നോട്ട് നയിക്കുന്നത്. പാവങ്ങൾ, അവർക്ക് വീടില്ല, സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ലാതെ വിഷമിക്കുന്ന ഒരു കമ്പനി എന്നെ പറയാം ആൾക്കാരാണ് തെരുവിൽ കഴിയുന്നത്. അവരെ ഈ നമ്മുടെ ഈ ഹർത്താൽ ദിവസങ്ങൾ, അതുപോലെ പണിമുടക്ക് ദിവസങ്ങളിലെല്ലാം അവർക്ക് ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ നല്ല നാളുകൾ, ഓണം, വിഷു, പെരുന്നാൾ, ഇതൊക്കെ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. കാരണം നമ്മൾ സ്നേഹിക്കേണ്ട അവരെയാണ്. കാരണം മറ്റുള്ളവർക്ക് ഇന്ന് കിടന്നുറങ്ങാൻ ജാഗയുണ്ട്, ഭക്ഷണം കിട്ടാൻ വകയുണ്ട്. ഇവർക്കാണെങ്കിൽ പ്രയാസങ്ങളാണ്. റോഡരികിലും പീഡികത്തിണ്ണകളിലും കിടന്നുറങ്ങുന്ന വ്യക്തികളാണ് അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ചില ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ തേടിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാം. കലാ, സാംസ്കാരിക മേഖലയിലും ഇദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മിമിക്രി, പെയിന്റിംഗ് തുടങ്ങിയ കലാരൂപങ്ങളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹം ഡിസ്ട്രിക്ട് ലെവൽ പെയിന്റിംഗ് കോമ്പറ്റീഷനിലെ വിജയി കൂടിയാണ്. സംഗീത അക്കാദമി പുരസ്കാരം ലഭിച്ചതും അദ്ദേഹത്തിന്റെ കലാപരമായ ഔന്നത്യത്തിന് തെളിവാണ്. വെള്ളിത്തിരയിലും സലാം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നോക്കുകുത്തി എന്ന ടെലിഫിലിമിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം വരച്ചിടുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും ചിത്രമാണ്. അഗതികൾക്കാശ്രയം ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് പേർക്ക് താങ്ങും തണലുമാകുന്നു. എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ, ചാരിറ്ററി ട്രസ്റ്റുകാർ, ഇതുപോലെ സംഘടന, അതൊക്കെ ഒരു ചുരുങ്ങിയത് മാസത്തിൽ ഒരു 10-15ഓളം എനിക്ക് ആദരവ് അവാർഡൊക്കെ തരുന്നുണ്ട്. എല്ലാ പരിപാടിക്കും അവർ ക്ഷണിക്കും. ഒരുപാട് എന്നെ സ്നേഹം. അതുപോലെ നമ്മളെ കൂട്ടുകാർക്ക്, അതുപോലെ നമ്മളെ ബന്ധുക്കൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാവരോടും പറയുന്നത് പരസ്പരം സ്നേഹിക്കുക. സഹജീവികൾക്ക് സമാധാനവും കരുണയും നൽകുന്നതിലാണ് ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത്. ഓരോ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരത്തെക്കാളുപരി കൂടുതൽ പേരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പ്രചോദനമായി മാറുകയാണ്. മനുഷ്യന് തണലാകുമ്പോൾ സി അബ്ദുൽ സലാം എന്ന പേര് കണ്ണൂരിന്റെ അഭിമാനമായി, നന്മയുടെ പ്രതീകമായി മാറുന്നു.